ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടാത്തയോൺ ഹോം മെയ്ഡ് ഡ്രിങ്ക് ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക, പിന്നെ ഒരു ആപ്പിള്, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഇത്രയാണ് നമ്മുടെ സാധന സാമഗ്രികൾ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഇതൊരു ബ്ലെൻഡറിൻ്റെ അകത്തുള്ളോ മിക്സിക്കകത്തുള്ളോ വല്ലതും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് ഒരു ഐസ് ക്യൂബ് ട്രേക്കകത്തിലോട്ട് ഒഴിച്ച് സെറ്റാക്കി വെക്കുക. ഫ്രീസ് ചെയ്യുക. എന്നിട്ട് അത് ചൂടുവെള്ളത്തിൻ്റെ അതിലിട്ട് കാലത്ത് വെറും വയറ്റിൽ കുടിക്കുക. ഇതാണ് പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് മാസം ചെയ്യുമ്പോഴത്തേന് സ്കിന്ന് നല്ല ഗ്ലോ ആവും, ഹെൽത്തി ആവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഈ വെജിറ്റബിൾസ് ഫ്രീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് മോശം അഭിപ്രായം പറയുന്നവരുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ ജോലിക്കൊക്കെ പോണ അമ്മമാരുണ്ടല്ലോ, അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രഷായിട്ട് ഉണ്ടാക്കി കുടിക്കുക. എപ്പോഴും ഫ്രഷായിട്ട് തന്നെയാണ് നല്ലത്, ഹെൽത്തി. പക്ഷെ അങ്ങനെ പോസിബിൾ ആയിരിക്കണമെന്നില്ല. നമുക്ക് സമയപരിമിതികളും രാവിലത്തെ ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ ഇത് നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒന്നുമില്ലാത്തതിനേക്കാളും ഭേദമല്ലേ ഇങ്ങനെ കഴിക്കുന്നത്. ഈ ഫ്രീസ് ചെയ്തത് കൊണ്ട് ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ന്യൂട്രിയൻസ് ഒന്നും നഷ്ടമാകത്തില്ല. ജസ്റ്റ് മാക്രോ ന്യൂട്രിയൻസ് മാത്രമേ നഷ്ടമാവുള്ളൂ. അപ്പം ഒന്നുമില്ലാത്തതിനേക്കാളും ഭേദമല്ലേ ഇങ്ങനെയെങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബൈ ദ വേ, നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ഐസ് കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൂടുവെള്ളത്തിലിട്ട് വെറും വയറ്റിൽ കുടിക്കുക.